ഞാൻ പട്ടിക മണ്ഡലത്തിലെ 119 ബൂത്തിലെ പ്രസിഡിംഗ് ഓഫീസറാണ്. ഞാൻ വോട്ട് ചെയ്യാൻ വന്ന് ഇത്രയും നേരം ക്യൂ നിന്നപ്പോഴത്തേക്ക് പറയുന്നത് ഈ ക്യൂ കഴിക്കൂട്ടത്തിൻ്റെ വോട്ടല്ല, അപ്പുറത്തെ വേറെ ക്യൂ നിൽക്കാം. 1 മണിക്കൂറോളം ഞാൻ ക്യൂ നിന്നു. ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിക്ക് നിയോഗിച്ചുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ട് ചെയ്യുന്നുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടില്ല. വളരെ പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇത്രയും നേരം ക്യൂ നിന്നതിന് ശേഷം തിരിച്ചു പോയി മെറ്റീരിയൽ വാങ്ങിച്ചുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. മതിയായ സൗകര്യങ്ങളില്ല. മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. പോളിംഗ് ചെയ്യുന്നവർക്ക് പണ്ട് ബാലറ്റ് പേപ്പർ കൊടുക്കുമായിരുന്നു. ആ ബാലറ്റ് പേപ്പർ പോസ്റ്റ് വീട്ടിൽ അയച്ചു തരുമായിരുന്നു. ഇപ്പോൾ അതും ചെയ്തിട്ടില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ഉദ്യോഗസ്ഥരുടെയും ബാലറ്റ് ഇതുവരെ പേപ്പറുകൾ വീട്ടിൽ അയച്ചു കൊടുക്കാൻ മുമ്പ് ഉണ്ടായിരുന്നു. ബാലറ്റ് കിട്ടാത്തവരുണ്ടോ? ബാലറ്റ് കിട്ടാത്തതുണ്ട്. ഇത്രയും ആൾക്കാരാണ് ക്യൂ നിൽക്കുകയാണ്. 1 മണിക്കൂറോളം ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ക്യൂവിലല്ല, അപ്പുറത്തെ ക്യൂ പോയി നിൽക്കുക. അപ്പുറത്തെ ക്യൂ എന്ന് പറയുന്നത് മണിക്കൂറുകളിൽ നിന്നാലും അവിടെ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ വോട്ട് ചെയ്തിട്ട് വേണം ഇതുകൊണ്ട് ബൂത്തിലേക്ക് വേണം തിരിച്ച് കൗണ്ടറിൽ പോയി ഞങ്ങൾ മെറ്റീരിയൽ മേടിച്ചിട്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ളത്. വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമാണത്. അവർ പറയുന്ന അവർ കണ്ണൂർ ജില്ലയിലെ വോട്ടറാണെന്ന്. അപ്പോൾ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ വോട്ടർ ഇവിടെയല്ല, അപ്പുറത്തെ റൂമിലാണെന്ന്. അതൊന്ന് എഴുതി വെച്ചാൽ എന്താണ് കുഴപ്പം? തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ 14 മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ട്. 14 LAC ഉണ്ട്. ഈ 14 LACക്ക് ഒരു റൂമിനകത്താണ്. അതാണ് ഈ കാണുന്ന ക്യൂ. ഒരു റൂമിനകത്ത് 14 LACക്ക് ഒരു റൂമിനകത്ത് 2 ടേബിൾ ഇട്ടിട്ട് ആൾക്കാരിയ്ക്കുകയാണ്. 1 മണിക്കൂറോട്ട് ക്യൂ അനങ്ങുന്നില്ല. ഒറ്റ ബൂത്തേ ഉള്ളൂ 14 LACക്ക്. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ 14 LAC ഉണ്ട്. ഈ 14 LACയിലെ വോട്ടർമാർ ഇവിടെ ഉണ്ടല്ലോ. അവർക്ക് വേണ്ടി ഒരു റൂമിനകത്ത് ആകെ 2 ഇത് ഇട്ടിരുന്ന ഈ 1 മണിക്കൂർ കൊണ്ട് ക്യൂ അനങ്ങുന്നില്ല. അതിനകത്ത് അതർ ജില്ലയ്ക്ക് വേറൊരു കൗണ്ടറാണ്. ഈ അതർ ജില്ലയുടെ കൗണ്ടർ എഴുതി വെച്ചിട്ടില്ല. ഒരാൾ 1 മണിക്കൂർ ക്യൂ നിന്ന് അവിടെ എത്തിയപ്പോൾ പറയുന്നത് നിങ്ങളുടെ വോട്ട് ഇവിടെയല്ല, അപ്പുറത്തെ റൂമിലാണെന്ന്. അത് എന്താണ് എഴുതി വെച്ചാൽ? എന്താണ് അതർ ജില്ലയ്ക്ക് ഇവിടെയല്ല, അപ്പുറത്താണ് വോട്ടെന്ന് എഴുതി വെച്ചാൽ പോരെ? ഒരു സംവിധാനം മൊത്തം ഫെയിലാണ്. സംവിധാനം മൊത്തം ഫെയിലാണ്. എന്നിട്ട് എടുത്ത് പറഞ്ഞപ്പോൾ ചോദിക്കുന്നത് 250 വോട്ടർമാരുണ്ടെങ്കിൽ 250 കൗണ്ടർ സജ്ജീകരിക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുന്നത്. 250 വേണ്ട, ഒരു 4 കൗണ്ടർ ഇട്ടാൽ പോരെ? ഇപ്പോൾ നിലവിൽ 2 കൗണ്ടറുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 കൗണ്ടറും കൂടി ഇട്ടാൽ പോരെ?